ഉത്തരേന്ത്യയിലെ ഒരു കഥയാണ് ഇത്. രാധാദേവിയുടെ പാദസരത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കല്ല് ധരിക്കുന്ന ഒരാഭരണം അറിയാം, പാദസ കുലിസ് അങ്ങനെ ഒരു പേര് പറയും. അതിന് അവിടുത്തെ ഭാഷയിൽ അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പേര്, ഈ സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലെ പവിത്രമായ ഒരു സ്ഥലമാണിത്. ഇതിന് ജാഡു മണ്ഡലം. അപ്പോൾ ജാഡു എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അത് അവിടെ നടക്കുന്ന കഥയെ വൃന്ദാവനം, അവിടെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ജാഡു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ചൂല് എന്നുള്ള അർത്ഥമാണ്. ഇപ്പം അമ്പലം പുണ്യപവിത്ര സഭ എന്താ ചൂലിൻ്റെ കാര്യം വരുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ സംശയങ്ങൾ നമുക്ക് തോന്നാം. ചില അമ്പലങ്ങളിൽ ചൂല് വഴിപാടായിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അതായത് ദേവി മൂർത്തി അവിടെ എന്താ പ്രതിഷ്ഠ, ആ മൂർത്തിക്ക് അവിടുത്തെ ദേവതയ്ക്ക് ദേവന് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദേവി എന്താ അവിടെ പ്രതിഷ്ഠിച്ച് അവിടുത്തെ ഇതിൽ പെട്ടതായിരിക്കും ചൂല് സമർപ്പണം ചെയ്യാനുള്ളത്. പല ദേവി ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൂലിനെയൊക്കെ നമ്മൾ പൂജിക്കണം. സ്ഥലം വൃത്തിയാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൈകൊണ്ട് പറ്റുമോ? ഭൂമി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. ശരിക്കും വന്നിക്കേണ്ടത് തന്നെയാണത്. അപ്പോൾ ഈ ജാഡുമണ്ഡലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ സ്ഥലത്ത് എല്ലാ ദിവസവും രാത്രി കണ്ണനും രാധയും അവിടെ വന്നിട്ട് അവിടെ കേളിയാടലും അവർ ഡാൻസ് ചെയ്യലും അതും ഇതും സല്ലാപങ്ങളൊക്കെ നടത്താറുണ്ടെന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം. അപ്പോൾ ഈ അവിടുത്തെ ഒരു മഹർഷി ഉണ്ടായിരുന്നു ഇവിടെ. ആ മഹർഷിയുടെ പേരാണ് ജീവഗോസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്യാമാനന്ദ പ്രഭു എന്ന് പറഞ്ഞ ഒരാള് ഈ സ്ഥലം സംരക്ഷിച്ചിരുന്ന ഇദ്ദേഹമായിരുന്നു. എന്നും അതിവെളുപ്പിന് വരും, അവിടെ എല്ലാം അടിക്കും, സേവ ചെയ്യുകയാണ്. രാധയുടെയും കണ്ണനും ഈ വസിക്കുന്ന സ്ഥലം ഇവിടെ രാത്രി വരുന്നുള്ള സങ്കല്പം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യാണ്, പാദസേവ ചെയ്യുക. ചിലവരുണ്ടല്ലോ ഈ വടക്കേ ഇന്ത്യയിലെ ഗുരുദ്വാര സിഖുകളുടെ സർദാർമാരുടെ അമ്പലം, അവിടെ ആരും ജോലിക്ക് വെച്ചിട്ടില്ല, സേവേദാർ എന്ന് പറയുക. അവിടെ നമ്മൾ ചെയ്യുക ഓരോ പണികളിൽ ചപ്പാത്തി ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കുക, ചെരുപ്പൊക്കെ വെളിയിലിരിക്കുന്നത് ചെയ്യുക, ആൾക്കാരെ സർവീസ് ചെയ്യുക, ആൾക്കാരെ നിയന്ത്രിക്കുക. അതിനൊന്നും പൈസയ്ക്കല്ല അവർ ചെയ്യണം. അങ്ങനത്തെ ആൾക്കാരാണ് അവർ. ആര് വന്നാലും അവിടെ ഭക്ഷണം കിട്ടും. അവരങ്ങനെ ഫ്രീ ചെയ്തുകൊണ്ടിരിക്കുക. സേവനം, അതാണ് സേവനം എന്ന് പറയുന്നത്. അപ്പം ഈ സ്വാമി ഇവിടെ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന് രാധകൃഷ്ണനെ വന്ന് നടുമാടിയ സ്ഥലമല്ലേ, രാത്രി ഇന്നും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പവിത്രത കണ്ടിട്ടാണ് ഇദ്ദേഹം നല്ല വൃത്തിയാക്കി അങ്ങനെയുള്ള സൂക്ഷിപ്പുകാരനാണ്. അപ്പം എന്താണ്ടായത്, അങ്ങനെ ഒരു ദിവസം അവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ലീലകൾ അതും രാധേ 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 ശ്യാം രാധേ ശ്യാം ഇങ്ങനെ നാമം ചൊല്ലി നമ്മൾ നാരായണ ഓ നമോ ഭഗവതി വാസുദേവൻ എന്ന് പറഞ്ഞാൽ രാധേ രാധേ. അവർ തമ്മിൽ ഒരാളെ വിഷ് ചെയ്യുക, നമ്മൾ നമസ്തേ പറയാണ്, രാധേ രാധേ എന്ന് പറയും, രാം 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 ഒക്കെ ഭഗവാന്റെ പേരുകൾ അവർ പറയും. അവരുടെ രീതികൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെ രാധേ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്തിയോടുകൂടി നാമൊക്കെ ജപിച്ച് അവിടെ ജോലി ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇതുപോലെ എന്ത് പണി ചെയ്താലും നമുക്ക് മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ നാമങ്ങളൊക്കെ നമുക്ക് ചൊല്ലി ചെയ്യാം, അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഒരു ദിവസം രാധയും കൃഷ്ണൻ്റെ അവിടെ വളരെ ആനന്ദത്തോട് കൂടിയിട്ട് ഗോരുമാരോടൊക്കെ കൂടെ അവിടെ ക്രീഡിച്ചു. അങ്ങനെ മുഹൂർത്തം അവർക്ക് നേരെ പറയുമ്പോഴേക്കും അവർക്കെല്ലാം തിരിച്ചു ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുമല്ലോ, അതാകുമ്പോഴേക്കും അവർക്ക് തിരിച്ചു പോകണം. അതാണ് അവരുടെ സങ്കല്പം, അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാസക്രിയുടെ അങ്ങനെ രാധയായിട്ട് കൃഷ്ണൻ ചെയ്ത സമയത്ത് കാലിൽ പാദസര ഊരിപ്പോയി. രാധയിട്ട് അറിഞ്ഞതുമില്ല. കൃഷ്ണനെ പോയി രാധയും പോയി. ആൾക്കാർ വരുന്നതിന് മുമ്പ് ഇവർക്ക് പോകണം. അവിടെ തന്നെ ഒരു അമ്പലത്തിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു കഥ പറയുകയാണത്. അവിടെ ഒരു സ്ഥലത്ത് കൃഷ്ണൻ അവിടെ വരുമെന്നാണ് അവരുടെ സങ്കല്പം, പണ്ട് മുതലുള്ളതാണ്. അവിടെ നല്ലൊരു മണിമഞ്ചം ഭഗവാന് ഇരിക്കാനായിട്ട് കിടക്കാനായിട്ട് ഒരുക്കി വെക്കും. അത്രയും ഒരു പൊരിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആ പൊരിയിൽ അത് ഒരുക്കി വെക്കും. കുറേ പഴവർഗ്ഗങ്ങളും പാലും ഇതൊക്കെ വെക്കും. അത്രയുള്ള തിരിച്ച് കാലത്ത് വന്ന് നോക്കിയാൽ ഒരാളോട് വന്നെന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ട്. ആ കിടക്കയിൽ കിടന്ന ഒരു ചുളിവ് എന്തെങ്കിലും വരുമല്ലോ, പിന്നെ വെച്ച സാധനങ്ങൾ ഏറ്റക്കുറച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അവിടെ നിന്നും വരുന്നുണ്ടെന്നാണ് ആ അവിടെ വസിക്കുന്ന ആൾക്കാരുടെ സങ്കല്പം. ഇതൊക്കെ ഒരു തരം വിശ്വാസങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പാദസരം കിട്ടിയത്. അപ്പൊ ഇത് നോക്കിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ സാധാരണ ഒരു പാദസരം അല്ല ഇത്. അത് കണ്ടാ അറിയാം, അവരൊക്കെ ഉപയോഗിക്കുന്ന അത്രയും വിലയുടെ അല്ല, അതിൽ ചില പവിത്രതകളുണ്ട്. അപ്പൊ ഇദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇത് സാധാരണ ഒരു പെൺകുട്ടിയുടെ അല്ല,
അപ്പൊ അദ്ദേഹം എന്താ ഭദ്രമായിട്ട് അതിനെ സൂക്ഷിച്ചു. ആരായാലും വരൂല ചോദിക്കാൻ. നമ്മൾ അമ്പലത്തുനിന്നോ പുറത്തുനിന്ന് എന്തെങ്കിലും പേഴ്സ് കിട്ടി, മൊബൈൽ കിട്ടിയും, ഇപ്പൊ നാളെ എന്താ പരമന്റെ മോതിരം കളഞ്ഞു ആർക്കും കിട്ടിയില്ല, അവർ തന്നെ തപ്പിയെടുത്തു. എന്ത് കിട്ടി നമ്മൾ കൗണ്ടറിൽ കൊണ്ടുകൊടുത്തു. ഗുരുവായൂരൊക്കെ വലിയ വലിയ അമ്പലങ്ങൾക്ക് അനൗൺസ്മെന്റ് കിട്ടിയിട്ടില്ല, ഇന്നയാളുടെ എന്റെ സാധനം ഇവിടെ കൗണ്ടറിൽ കിട്ടിയിട്ടുണ്ട്, ഓഫീസിൽ വരിക, കൊണ്ടുപോകുക. അപ്പൊ അതൊക്കെ നമ്മളോട് സമർപ്പണം. ആരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി, അവർ സൂക്ഷിച്ചില്ല പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അത് വളരെ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ അതറിയാം, തെരഞ്ഞ് ആരെങ്കിലും വരൂലോ, അപ്പൊ ആരെങ്കിലും വരുമ്പോ കൊടുക്കാലോ, അതാണ് പുള്ളിയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് രാധ ഈ വിവരം അറിഞ്ഞത്. അപ്പൊ രാധ എന്താ ചെയ്തു, ഇത് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരാനായിട്ട് തൻ്റെ ഒരു കൂട്ടുകാരിയായ ലളിത എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരിയെ അവിടേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് പോയി നീ അവിടെ പോയിട്ട് അന്വേഷിച്ചു, ഞാൻ ഇപ്പം ഏതായാലും പോകുന്നില്ല, എനിക്കിനി വയ്യ എന്ന് പറഞ്ഞിട്ട് പറയും നീ പോയിട്ട് അന്വേഷിച്ച് കൊണ്ടുവന്നു. അപ്പം രാധ അവിടെ പോയി. അപ്പം ഈ രാധ ഇങ്ങനെ നേരെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ കണ്ടുപിടിക്കുന്നത് ആരാന്ന് ചോദിക്കില്ലേ. അപ്പം എന്താ ചെയ്യുക, നല്ല വൃദ്ധയായ ഒരു പ്രായമുള്ള സ്ത്രീയുടെ വേഷം കെട്ടി അങ്ങനത്തെ വേഷത്തിൽ ചെന്നിട്ട് വളരെ ശാന്തയായിട്ട് ഈ ശ്യാമാനന്ദ പ്രഭുവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറയുവാണ്, രാധേ രാധേ, പ്രണാമം ബാബുജി എന്ന് പറയും. ഇവിടെ ബാബുജി നമ്മളിങ്ങനെ ഒരു റെസ്പെക്റ്റ് വിളിക്കുന്നതാണ്. അപ്പോൾ ബാബുജി രാധേ രാധേ അതുപോലെ തിരിച്ചും പറയും. നമ്മളിപ്പോൾ ഒരാൾക്ക് നമസ്തേ പറയുന്ന ആൾ നമുക്ക് തിരിച്ചു പറയില്ല. അപ്പോൾ അവര് വിഷ് ചെയ്യുന്നത്, അതായത് നമസ്കാരം പറയുന്ന അവരുടെ ഭാഷ അത് ഭഗവാന്റെ പേര് തന്നെ. അപ്പോൾ അതായത് കാരണം അവർ തിരിച്ചു പറഞ്ഞു. അപ്പോൾ രാധ ചോദിക്കുകയാണ്, ഈ തൊഴി പോയത് ഒരു വേഷം മാറിയിട്ടാ പോയേക്കണം, അല്ല അങ്ങേക്ക് ഇവിടുന്ന് ഒന്ന് വൃത്തിയാക്കിയില്ലേ, ഇവിടെ ആക്കിയില്ലോ വൃത്തിയാക്കിയില്ലോ, എന്തെങ്കിലും കിട്ടിയോ? എന്ത് കിട്ടാനാ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, കണ്ടപ്പോഴേ ആളെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇവര് സൂത്രത്തിൽ നടത്താം. അപ്പൊ ഒന്നിവരെ വരുത്തിയിട്ട് തന്നെ കാര്യമുള്ളൂ വിചാരിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല എന്തെങ്കിലും കളഞ്ഞുപോയ സാധനം കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ പറഞ്ഞു കളഞ്ഞുപോയ സാധനം, എന്ത് സാധനം പിന്നെയും ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവസാന കാര്യത്തിലേക്ക് വന്നു. അപ്പൊ ലളിത ചോദിക്കാണ്, ഒരു പാദസരം കിട്ടിയോ ബാബുജി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ ഉണ്ടല്ലോ, ഒരു കിട്ടിയാലോ ഇവിടുന്ന് വരണം.